ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്. പിന്നെ എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും എല്ലാവിധ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഓരോരുത്തർ അനുഭവിക്കുന്ന വിഷമം അവർക്ക് അറിയുള്ളൂ അല്ലേ. ഇപ്പോൾ എൻ്റെ വിഷമം ഞാൻ പറഞ്ഞാലേ മറ്റുള്ളവർ അറിയുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മൾ റബ്ബിനോട് പറയുക. നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ എന്താ പറയുക, പുറത്ത് പോലും പറയാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. ഭർത്താക്കന്മാരുടെ സ്വഭാവം കൊണ്ടായിരിക്കും, മക്കളുടെ സ്വഭാവം കൊണ്ടായിരിക്കും, രോഗം കൊണ്ടായിരിക്കും, പല രീതിയിലുള്ള അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീക്കി സമാധാനവും സന്തോഷവും റാഹത്തും നൽകട്ടെ. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ ചെറിയൊരു വീഡിയോ, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെറിയ വീഡിയോസ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ 8 മിനിറ്റ് 5 മിനിറ്റ് കൂടുതലുണ്ടാവുള്ളൂ. ഞാൻ 5 മിനിറ്റിനുള്ളിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ കാണുന്ന വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, കാണുന്നവർ. അപ്പോൾ ഞാൻ വന്ന വീഡിയോ നമ്മുടെ വീട്ടിലും മക്കളിലും ഇടപാടുകളിലും എല്ലാത്തിലും, നമ്മുടെ ബിസിനസ്സായാലും കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൃഷി എല്ലാത്തിലും മക്കളുടെ സ്നേഹം, മക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹത്തിലായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ഇടപാടുകളിലും സ്നേഹവും എല്ലാം ഉണ്ടാവില്ല. അതിലൊക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കില്ലേ സമാധാനം നഷ്ടപ്പെടില്ല. എത്ര പൈസ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും, പിന്നെ കച്ചവടം മുതൽ എല്ലാ കാര്യത്തിലും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ടാവും അല്ലേ, പല കടകളിലും പോയി നിൽക്കുന്ന ആളുകളുണ്ടാവും, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാർത്ഥന രാവിലെ സുബഹിക്ക് ശേഷം എല്ലാ നിസ്കാരത്തിന് ശേഷം ചെല്ലണം. അത്രയും നല്ലതാണ് കേട്ടോ. അധികമൊന്നും ചെല്ലണ്ട, 3 തവണ ചെല്ലിയാൽ മതി. ഈ ഒരു നിയത്ത് വെച്ചിട്ട് റബ്ബ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും റബ്ബിൻ്റെ ബർക്കത്തുണ്ടാകാൻ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിയത്ത് മനസ്സിൽ കരുതിയിട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ബർക്കത്തുണ്ടാവും. നമ്മളെ ഒരു കാര്യത്തിൽ നമുക്ക് മറ്റുള്ളവരെ മുമ്പിൽ പോകേണ്ട അവസ്ഥ വരില്ല. വാഹനമാണെങ്കിലും വാഹനത്തിലൊക്കെ ബർക്കത്തില്ലാത്ത വാഹനമൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടു പോകില്ലേ. അതേപോലെ മക്കൾ പരസ്പരമുള്ള സ്നേഹമാണെങ്കിലും എല്ലാത്തിലും അല്ലേ, പിശുക്കില്ലാത്ത സ്നേഹം നമുക്ക് വേണമല്ലേ. അപ്പോൾ അതിലൊക്കെ ആ ഒരു നിയത്തൊക്കെ വെച്ചിട്ട് നമ്മളില്ലേ ഈ ഒരു പ്രാർത്ഥന ചെല്ലുകയാണെന്നുണ്ടല്ലോ, നമ്മുടെ റിസ്കിൽ നമ്മുടെ ബർക്കത്ത്, വിശാലത, എന്താ പറയുക, എല്ലാം കിട്ടും. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ബസുത്തു അലൈനാ മിൻ ബറകാതിക വറഹ്മതിക വഫളിക വറിസ്കിക. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടല്ലോ, ഒരുപാട് തവണയൊന്നും പ്രാർത്ഥിക്കേണ്ട. രാവിലെ തീരെ സമയമില്ലാത്തവർ സുബഹിക്ക് ശേഷവും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ചെല്ലുക. അല്ലാത്തവർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ. അള്ളാഹു എല്ലാവർക്കും എല്ലാ ഇടപാടുകളിലും എല്ലാത്തിലും ഹലാലായ ഹൈറായ എല്ലാ ഇടപാടുകളിലും അള്ളാഹു ഹൈറും ബർക്കത്തും റഹ്മത്തും സലാമത്തും റാഹത്തും നൽകട്ടെ. മാനസികമായും ശാരീരികമായുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ. മക്കളെ കൊണ്ട് വിഷമിക്കുന്നവർ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, ഒരുപാട് രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു പിന്നെന്താ ശരീരത്തിന് ആഫിയത്തും ഖുവ്വത്തും നൽകട്ടെ. മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാനോടെ കൂടി മരിക്കാനുള്ള ഭാഗ്യവും തൗഫീഖും അള്ളാഹു നൽകട്ടെ. പിന്നെ റമദാൻ മാസമൊക്കെയാണ് വരുന്നത്. നിങ്ങളുടെ ദുആയിൽ പ്രത്യേകം എല്ലാവരും ഉൾപ്പെടുത്തണം. അതേപോലെ എന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ. അള്ളാഹു എല്ലാവർക്കും ആരോഗ്യം ആഫിയത്തും നൽകട്ടെ. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. അൽഹംദുലില്ലാ എന്നോ മാഷാ അല്ലാ എന്നോ അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.